വിളിച്ചിട്ട് അവൻ എടുക്കുന്നേ ഇല്ലാലോ, എന്താണാവോ അല്ലേ? അവിടെ ഉണ്ടോ എന്തോ, ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ പോകുന്നതല്ലേ, ഇനിയിപ്പൊ അങ്ങനെ പോയോ ആർക്കറിയാം. നീ പറമ്പ് അവൻ വാങ്ങിച്ചതാ. അതാ നല്ല കാര്യം. ഇത് മാത്രമൊന്നല്ല, എവിടേക്കോ വീടും പറമ്പും എല്ലാം വാങ്ങിച്ചിട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എപ്പോഴോ വന്നപ്പം പറഞ്ഞതാ. ശരി, വാതിലടച്ചിരിക്കുന്നല്ലോ. ആരാണോ ഈ നേരത്ത്? നിങ്ങളോ? നിങ്ങളെന്താ നേരം വിളിച്ചാകുമ്പോഴത്തേക്ക് ഇവിടെ? അച്ചാച്ചനും അച്ഛമ്മയോ? വാ കേറ്, വാ നിങ്ങൾ കേറ്. അച്ചാച്ചന് കഴിക്കണ്ട പറ്റിയേ? ഓട് വീണതാ മോളെ. മോളെ ഇന്നലെ കൊറേ വിളിച്ചിരുന്നു, നിങ്ങൾ എടുത്തില്ല. പപ്പ എവിടെ മോളെ? പപ്പ ബാംഗ്ലൂരിൽ പർച്ചേസിന് പോയതാ. മോളെ ഇന്നലെ രാത്രി ആ മുൻപിലെ തെങ്ങ് പെരയിൽ വീണിട്ടുണ്ടായിരുന്നു. ആ ഓടും കഴുക്കോലും എല്ലാം എന്തായി പാതി അങ്ങനെ തകർന്ന പോലെ വീണുപോയി. ഞാൻ ഇന്നലെ അവനെ രാത്രി കുറേ വിളിച്ചു, മോളെയും വിളിച്ചു, നിങ്ങൾ ആരും ഫോൺ എടുത്തില്ല. പിന്നെ നിങ്ങൾ എപ്പോഴാ വിളിക്കണമെന്ന് നോക്കിയിട്ട് ഞാൻ ഫോൺ നോക്കിയിരിക്കല്ലേ. പാതിരാത്രി ഒക്കെ വിളിച്ചാലേ ഞങ്ങളൊക്കെ കിടന്ന് ഉറങ്ങാവും. പിന്നെ ഏട്ടന്റെ കാര്യം, ഏട്ടൻ ബാംഗ്ലൂർക്ക് പർച്ചേസിന് പോയതാ. എന്നോട് തന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ പോയേക്കണത്. വീട് പോയത് ഗിരീഷും രാജനും ഇവരെല്ലാം ഓടി വന്നു. മോളെ എല്ലാവരും ഓടി വന്ന്, അടുത്ത വീട്ടിൽ എത്ര ആൾക്കാരെന്നല്ല കൂടിയേറി. അവിടെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ഞാൻ പുറത്തു പോയി ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് കഴുകാൻ പോയതാ. അച്ഛൻ്റെ കയ്യിൽ അച്ഛൻ ഓടിയതാ, പുറത്തിറങ്ങിയതാ. ഇവിടെ കയ്യിൽ ഓട് വീണു, 2-3 സ്റ്റിച്ച് ഉണ്ട്. ഇന്നലെ രാത്രി തന്നെ അവർ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ച് കെട്ടിയിട്ട് വന്നതാ. മോനെ കുറേ വിളിച്ചു, അവനെടുത്തില്ല. അല്ലെങ്കിലും ഏട്ടൻ ഫോൺ എടുത്തിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളുടെ വീട് വീണെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞെത്താൻ പറ്റുമോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? അച്ഛനെ കൈ മുറിയിട്ടല്ലേ അവരിങ്ങോട്ട് വന്നത്. കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക്. മിണ്ടാതിരിക്കടി നീ അവിടെ. ഇവർക്ക് രണ്ടാൾക്കും വെച്ചുണ്ടാക്കി കൊടുക്കലല്ലേ എന്റെ പണി. എനിക്ക് നിന്നെ നോക്കാൻ തന്നെ വയ്യാണ്ടിരിക്കുക. അപ്പളല്ലേ? മോളെ ഞങ്ങൾക്കൊന്നും വേണ്ട, പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കുമല്ലോ. പിന്നെ എനിക്കിപ്പോൾ തൊഴിലുറപ്പിനും പോകാനും വഴിയില്ല. ഇപ്പം എവിടെ പോയിട്ട് വന്നിട്ട് എവിടെ ഇരിക്കാനാ? ആ വീടെങ്ങനെ ആയ കാരണം പിന്നെ അച്ഛനും ഒന്നിനും പോകാൻ വഴിയില്ല. അതാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇനിയിപ്പം മോൻ വന്നിട്ട് അവിടെ എന്തെങ്കിലും കുറച്ച് പുതിയ കഴുക്കോലോ ഓടോ വാങ്ങിച്ചിട്ടോ നേരെയാക്കി തന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകാം. അതുവരെ എന്തായാലും കുറച്ച് ദിവസം ഞാനും അച്ഛനും ഇവിടെ നിൽക്കട്ടെ. ഓ, അതാണല്ലേ രണ്ടെണ്ണത്തിന്റെയും മനസ്സിലിരിപ്പ്. എന്തിനാ ഓടും കഴുക്കോലും മാത്രാക്കണത്? ഒരു പുതിയ വീട് അങ്ങോട്ട് പണിത് വാർത്ത അങ്ങോട്ട് തരാം. അതായാലോ? നിങ്ങളെ രണ്ടെണ്ണത്തിനെ ഇവിടെ ഇരുത്തണോ വേണ്ടേന്നുള്ളത് ഞാൻ ഏട്ടനോടൊന്ന് ചോദിച്ചിട്ട് തീരുമാനിക്കട്ടെ. രാവിലെ തന്നെ എന്റെ മനസ്സമാധാനം കളയാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് 2 എഴുന്നള്ളിയുണ്ട്. വേറെ ആരാ? നിങ്ങളുടെ അമ്മയും അച്ഛനും തന്നെ. ഇവിടെ നിക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവറ്റങ്ങളെ ഇന്നലെ എന്താ മരോ തെങ്ങോ എന്തോ വീണിട്ട് വീട് ഇടിഞ്ഞുന്നോ ഓട് മേത്ത് വീണുന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഓടി വന്നേക്കണത്. മിസ് കോൾ ഉണ്ടായിരുന്നു അല്ലെ? എന്നെ രാവിലെ തൊട്ട് വിളിച്ചോണ്ടേ ഇരിക്കായിരുന്നു, ഞാൻ എടുക്കാതിരുന്നിട്ടാ. ഇനി നിങ്ങൾ തിരിച്ചു വിളിക്കാനൊന്നും നിക്കണ്ട, 2 ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ഓടും കഴുക്കോലും വാങ്ങിച്ചു കൊടുക്കണം, വീട് പണിത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കണത്. കുറച്ചു ദിവസം ഇവിടെ നിക്കണം. എനിക്കിവിടെ നിർത്താൻ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ എന്താ പറയണ? അവരിവിടെ നിർത്തിക്കഴിഞ്ഞാൽ എളുപ്പമാണോ എല്ലാ കാര്യങ്ങളും? നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാണ്ട്. അത് ശരിയാ. ഇപ്പൊ തന്നെ ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നാട്ടുകാർ ഓരോന്ന് പറയാൻ തുടങ്ങും. കുറച്ചു ദിവസം എന്തായാലും ഇവിടെ നിക്കട്ടെ. ഇവിടുത്തെ എല്ലാ പണിയും ചെയ്ത് മതിയാകുമ്പോ അങ്ങോട്ട് തിരിച്ചു പൊക്കോളൂ. ഞാനിനി ഒരു പണിയും ചെയ്യില്ല. എല്ലാം ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കും. അവരുടെ ഒരു വേലക്കാരിയാക്കി ഞാൻ നിർത്തി കാണിച്ചു തരാം. എന്തൊരു ശല്യങ്ങളാ! രാവിലെ തന്നെ എന്റെ വീടിന്റെ മുന്നിൽ 2 ആളും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കണോ. ശരി, എന്നാ ഞാൻ വിളിക്കാട്ടെ. അതെ, ഒരാഴ്ചക്ക് ഇവിടെ നിർത്തിക്കോളാൻ പറഞ്ഞിട്ട്, ഒരാഴ്ചത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോവാ. വീട് വീണവരൊന്നും ഇങ്ങടല്ല ഓടി വരേണ്ടത്. ഗവൺമെന്റിൽ നിന്ന് ഇപ്പൊ എന്തെല്ലാം സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അതിനെന്തെങ്കിലും വല്ല പേപ്പർ അപേക്ഷിച്ചിട്ട് വാങ്ങിച്ചെടുക്കാൻ നോക്ക്.
കഴുക്കോല് ഓടൊന്നും വാങ്ങിച്ചു തരാനോ വീട് പുതുക്കി പണിയാനൊന്നും ഏട്ടനെ പറ്റില്ല എന്ന് ഏട്ടൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ പ്രതീക്ഷയിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുകയും വേണ്ട. മോളെ, ഗവൺമെന്റിൽ നിന്നൊക്കെ പൈസയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇനി എഴുതി കൊടുത്ത് കുറച്ചൊക്കെ കഴിയും കിട്ടുമ്പോൾ അപ്പം ഞങ്ങൾക്ക് അതുവരെ എവിടെയെങ്കിലും കിടക്കുകയിരിക്കുക ചെയ്യണ്ടേ? ഒരു ഭാഗം മാത്രം കുറച്ചേ ഉള്ളൂ, ഒരു റൂമിന്റെ സൈഡ്. അവിടെ കിടന്നിട്ട് എല്ലാം കൂടി വീട് എടുക്കുക ചെയ്തിട്ട് കാലിലോ കയ്യിലോ ഇനി വീണിട്ടുണ്ടെങ്കിലോ എപ്പോഴെങ്കിലും ചെറിയ മുറിയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിപ്പോയാൽ അതോടെ പോയാൽ ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു. പക്ഷെ കയ്യിലോ കാലിലോ മുറിയാമായി പിന്നെ കിടന്നു കഴിഞ്ഞ് ഞങ്ങൾ ആരാ നോക്കാനുള്ളത്? അപ്പോൾ താൽക്കാലം മോൻ എന്തെങ്കിലും പൈസ എടുത്തിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി തന്നാൽ ഞങ്ങൾ എന്തായാലും ഗവൺമെന്റിലേക്ക് അപേക്ഷിക്കാം. എപ്പോഴെങ്കിലും പൈസ ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു തരാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ പൈസ തിരിച്ചു തരാം. ഒന്ന് തൽക്കാലം ഒന്ന് സഹായിക്കണം ഞങ്ങൾ എന്തായാലും. നീ അവൻ്റെ അടുത്ത് പറയണം മോളെ. നീ പറഞ്ഞ എന്തായാലും അവൻ കേൾക്കും. നിങ്ങളുടെ കണ്ണീരും കരച്ചിലൊന്നും എന്റെ വീട്ടിൽ വേണ്ട. നിങ്ങളുടെ മോന്റെ വീടാന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ രണ്ടാളും കൂടി ഓടി ഇങ്ങോട്ട് എഴുന്നള്ളി വന്നത്? ഇത് എന്റെയും കൂടി വീടാ. അപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഞാൻ പറയണതൊക്കെ അനുസരിക്കേണ്ടി വരും. കുറെ നേരമായില്ലേ വന്നിരിക്കാൻ തുടങ്ങിയിട്ട്? പോയിട്ട് ആ പാത്രങ്ങൾ കഴുകി വെച്ചോ. മരുന്ന് കഴിക്കാൻ സമയത്തിന് മോളെ വെള്ളം എടുത്തു. മരുന്ന് കഴിക്കണ്ട സമയമായില്ലേ? അച്ഛച്ച ഇവിടെ ഇരിക്കാണോ? എന്താ കഴിക്കുന്ന വേനുണ്ടോ? നോക്കട്ടെ. ചൂടുണ്ടല്ലോ. പനിക്കുന്നില്ല തോന്നുന്നു. വേദന മോളെ, അതിന്റെ പനിയാ. വാ നമുക്ക് കാത്തു പോയി കിടക്കാം. ഇപ്പൊ തണുപ്പത്ത് വെറുതെ ഇരിക്കേണ്ടിനോ? ഒന്ന് വൃത്തിയാക്കട്ടെ. അച്ഛൻ നിങ്ങൾ കിടന്നോ കേട്ടോ. വാ ഇവിടെ കിടന്നോളേ. കൈയെടുത്ത് ഇങ്ങോട്ട് വെച്ചോളി. ഉറപ്പെടുത്ത് തരാം. എന്തേ വേണേ പറയാം കേട്ടോ. ശരി. ഞാൻ പോയിക്കേ. ശരി. അതെ, ഇതെന്താ ഇവിടെ കിടക്കണേ? ഇതെന്റെ അമ്മ അച്ഛനും വരുമ്പോ കിടക്കണ പെട്ടോ? ഞാൻ അച്ഛനെ ഇവിടെ കിടത്തിയത്. നിന്നോട് ആരോ ഈ വൃത്തിയില്ലാത്ത ഒറ്റങ്ങളെ ഇവിടെ കയറ്റി കിടത്താൻ പറഞ്ഞത്? അമ്മന്റെ അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ലാലോ, പിന്നെന്താ? അവര് വന്നിട്ട് എന്താ സ്നേഹം. ഇയാൾക്ക് നീറ്റ് പൊക്കൂടെ? അതെ, ഇവിടെ ഒന്നും കിടക്കാൻ പറ്റില്ല, ഇവിടുന്ന് നീറ്റ് പോ. അമ്മയുടെ അച്ഛനും അമ്മയും പോലെ തന്നെ ഇവരോ? എന്റെ പപ്പന്റെ കൂടെ അച്ഛനാ. ഇവർക്ക് ഇവിടെ കിടക്കാനുള്ള യോഗ്യത ഒന്നുമില്ല കേട്ടോ. ചെല്ലി പുറത്തേക്ക് പോ. ഇത് ഇവരുടെ കൂടി വീടല്ലേ. നീ അനാവശ്യ കാര്യങ്ങൾ ഇടപെടണ്ട. നീറ്റ് പോ. നോക്കിയിരിക്കുക. അച്ഛൻ ഇവിടെ കിടന്നോ. നീ എന്നെ അടി വാങ്ങിക്കും. അച്ഛൻ ഇവിടെ കിടന്നോളൂ. എന്തിനാ ഈ അമ്മയെ പഠിക്കുന്നേ? എനിക്ക് അടി കിട്ടിയാലും വേണ്ടില്ല, ഇവിടെ കിടന്നോ. വേണ്ട മോളെ, അച്ഛൻ കിടക്കുന്ന അച്ഛൻ പുറത്തേക്ക് കിടക്കാം. അച്ഛൻ കൈ വേദനയുള്ളതല്ലേ, ഇവിടെ കിടന്നോ. നീ അവിടെ മിണ്ടാതിരിക്കടേ. അയാളെ നീറ്റ് പൊക്കോട്ടെ. അച്ഛൻ എനിക്ക് വാ. നീ മേലാൽ ഇവിടെ എങ്ങനെ വന്ന് കിടത്തിയാലേ. അതെ, നിങ്ങളുടെ ഭർത്താവ് ഈ ബെഡിലൊക്കെ കയറി കിടന്നുണ്ട്. ആ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ എടുത്ത് പെട്ടെന്ന് കഴുകിട്. അത് ഞാൻ കഴുകിയിടാം മോളെ. ഇപ്പൊ എങ്ങനെയാ കുറച്ചുകൂടെ കഴിച്ചു കൂട്ടുക? വരുമ്പോഴേക്കും ഇങ്ങനെയാണ്. ഒരു പനിച്ചിട്ട് കിടന്നതായിരിക്കും.
നിങ്ങൾ എന്തിനാ റൂമിൽ പോയി കിടക്കാൻ പോയത്? അതല്ലേ അവൾ എങ്ങനെയൊക്കെ പറഞ്ഞത്. മോള് വിളിച്ചിട്ട് പോയല്ലേ? മോളെ വിളിച്ചു പോയെന്നുണ്ടെങ്കിൽ ഇനി പോകണ്ട, അവിടെ ഒന്നും കിടക്കണ്ട. ഞങ്ങള് വിരിച്ചതും പൊളിച്ചൊന്നൊക്കെ പറഞ്ഞ കലക്കാൻ പറഞ്ഞത് ഞാനൊക്കെ ഇട്ട് വരാം. പനിയുണ്ടല്ലേ, നമ്മൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും ഇവിടെ കുറച്ച് ദിവസം? പോയാലോ നോക്കണം. ഞാൻ എന്തിനിവിടെ ഇരിക്കുന്നത്? നമ്മളവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും പേരുണ്ടെന്ന് ചെയ്തു തരും തോന്നുന്നുണ്ടോ? കഴിക്കോലോ പട്ടിക ഒന്നും മാറ്റി തരില്ല. ആരെൻ്റെ അടുത്തെങ്കിലും ഓക്കെ ഒരു റൂമിൽ എന്തെങ്കിലും വലിച്ചിട്ടിട്ട് ഒരു റൂമിൽ എന്തെങ്കിലും ഓരോ എന്തെങ്കിലും വെച്ച് കെട്ടിട്ടിരിക്കാൻ തോന്നുന്നു നമുക്ക്. ഞാൻ പോകട്ടെ, അലക്കാൻ പറഞ്ഞതാ. എന്താ വേറെ ഉണ്ട്, കുറച്ച് പനി മതി. എല്ലാ പോലെ പനിക്കുന്നു. ഞാനിപ്പോ കിടന്നു. ഇനിയിപ്പോ അവിടെ പറയാ. അവള് റൂമില്ല, നിങ്ങൾ കുറച്ചു നേരം കിടന്നോളി, ഞാൻ കറിയായിട്ട് ചോറ് കൊണ്ടുവരും. മണിക്കൂർ ഒന്നായില്ലോ, 1/2 കിലോ മീനും പിടിച്ചിങ്ങനെ ഇരിക്കണു. കുറച്ച് പൊരിക്കുകയും ചെയ്യേ, കുറച്ച് കറി വെക്കുകയും ചെയ്യേ. എരിവൊക്കെ കുറച്ച് മതി. വൃത്തിയിലൊക്കെ ചെയ്യണട്ടാ. ആ ശരി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ? എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനൊന്നും പോവാൻ പറ്റിയില്ല. ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടൻ ബാംഗ്ലൂർ പർച്ചേസിന് പോയിക്കാ. മോളെവിടെ ഉണ്ട്, അവളെ നോക്കാരും ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട് 2 എണ്ണം. അവരെന്നെ, അല്ലാണ്ടാരാ. ശരിടാ, ഞാൻ നിന്നൊന്ന് വിളിക്കാം. അവരെന്താ ചെയ്യണമെന്ന് നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ, വലിയ ഉപകാരമൊന്നുമില്ല. നീ ഇവിടെ ഇരിക്കണ്ട, വല്ലതും കഴിച്ചാ നീ? ഇല്ല. അയാളെവിടെ? അറിയില്ല. പറയുമ്പോൾ അച്ഛനെ കാണുന്നില്ലല്ലോ. അച്ചാച്ചാ പോയോ അയാള്? എന്തൊക്കെയാ പറയുന്നേ? അച്ചാച്ചാ, അച്ചാച്ചാ. ഉള്ളെങ്ങാനും പോയി കിടക്കണ്ടോ നോക്കട്ടെ. അച്ചാച്ചാ, അച്ചാച്ചാ. അച്ചാച്ചാ, അച്ചാച്ചൻ എവിടെ ഇത്? അച്ചാച്ചാ, ഇയാളെ എവിടെ പോയി കിടക്കുക? അച്ചാച്ച ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പേടിച്ചു പോയി. ഓഹോ, ഇവിടെ ഇങ്ങനെ വന്ന് സുഖമായിട്ട് കിടക്കല്ലേ, ഫാനൊക്കെ ഇട്ടിട്ട്? അമ്മ എന്താ ചെയ്യുന്ന? അച്ചാച്ച കിടക്കുന്ന കാണുന്നില്ല. ഇവിടെ സുഖതാമസത്തിന് വന്നതാവൂല്ലേ? എന്തെങ്കിലും പണി ചെയ്യാൻ നോക്ക് പോയിട്ട്. വന്നുടനെ തുടങ്ങിയതാണല്ലോ കിടക്കാനും ഇരിക്കാനും. അച്ചാച്ചനെ താഴെ കിടക്കാൻ സമ്മതിക്കുന്നില്ല, മേലെയും കിടക്കാൻ സമ്മതിക്കുന്നില്ല. അച്ചാച്ചൻ പിന്നെ എവിടെ പോയി കിടക്കുക? അച്ചാച്ചന് നല്ല പനി മരിക്കുന്നുണ്ട്. അതിനെ പനിയുള്ളവർ ഇവിടെയല്ല വന്ന് കിടക്കേണ്ടത്. ഇതെന്താടി ഹോസ്പിറ്റലാണോ? പനിക്കുണ്ടെങ്കിലേ നിങ്ങൾ വല്ല ഹോസ്പിറ്റലും പോയി കിടക്ക്. മോളെ കൈ ഭയങ്കര വേദന, അതിൻ്റെ ആ പനി. അതിന് കൂടെ ഒരു 10 മിനിറ്റ് കിടക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. അല്ല അമ്മേ, അമ്മന്റെ അച്ഛനും അമ്മയും വരുന്ന പോലെ തന്നെ പപ്പന്റെ അച്ഛനും അമ്മയും വരുന്നത്. അവർക്ക് ഇവിടെ കിടന്നാലെന്താ? എടി, എന്റെ അച്ഛനും അമ്മേനെയും പോലെയാണോ നിങ്ങള്?
അതെ, നിങ്ങളോട് ഞാൻ ഇവിടെ കിടക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പുറത്ത് കട്ടിലിട്ടുണ്ട്, അവിടെ പോയി കിടന്നോ. അമ്മ ആ മഞ്ഞത്ത് എങ്ങനെ അച്ഛൻ കിടക്കുക അവിടെ? ഇപ്പൊ എന്തായാലും മഞ്ഞൊന്നുമില്ലല്ലോ. അമ്മ അച്ഛന് വീടൊക്കെ ഉള്ളതാണോടാ, അത് പൊളിഞ്ഞ് കൈ പരിക്ക് പറ്റിയതിനെ കൊണ്ട് എങ്ങോട്ട് വന്നത്? നമ്മുടെ വീടേ ദുരിതാശ്വാസ ക്യാമ്പൊന്നല്ല, എന്തെങ്കിലും ദുരിതം വരുമ്പോഴത്തേക്ക് ഓടി വന്നിങ്ങോട്ട് കേറാൻ. അതിനവരെ അവരുടെ മോന്റെ വീട്ടിലേക്കാ വന്നത്, അല്ലാതെ അമ്മന്റെ വീട്ടിലേക്കൊന്നല്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ വലുതായി അമ്മയ്ക്ക് ഇതേപോലത്തെ അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കും, നമുക്ക് എന്തേ ഉറപ്പുണ്ടോ? അതേടി, നീ ഇത് തന്നെ പറയണം. നന്ദി കേട്ടവളെ. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇത്രയും നല്ല സ്കൂളിൽ ഇത്രയും ഫീസൊക്കെ കൊടുത്ത് നിന്നെ പഠിപ്പിക്കണത് മാത്രല്ല, ഒരു കുറവ് അറിയിക്കാതല്ലേ നിന്നെ നോക്കണത്. നീ ഇപ്പഴേ ഈ വർത്താനം പറയുകയാണെങ്കിൽ വലുതായി കഴിഞ്ഞാൽ എന്റെ സ്ഥിതിയൊക്കെ എന്തായിരിക്കും? അതേപോലെ തന്നെ ആയിരിക്കില്ല അവരും അച്ഛനെ നോക്കിയത് വളർത്തിയതും ഒക്കെ. അതുകൊണ്ടല്ലേ നമുക്ക് നല്ല പപ്പനെ കിട്ടിയത്. മോളെ, അച്ഛൻ അത്രയും പനിച്ചില്ലേ, താഴെ കിടക്കാനെ കൊണ്ട് വരാൻ സമ്മതിച്ചില്ല, മേലെ വന്ന് കിടക്കാനും സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് മനുഷ്യന്മാരാ, ഞങ്ങൾ വേറെ കുറെ ചളിയും മഴക്കൊന്നും വെച്ചിട്ട് വന്നവരല്ലേ ഞങ്ങൾ പണിയെടുത്തിട്ടും കഷ്ടപ്പെട്ടിട്ടും തൊഴിലുറപ്പിന് പണിക്ക് പോയിട്ടും പല പണിക്കൊണ്ട് കഴിയുന്നവരാണ് ഞങ്ങള്. കാരണം ഞങ്ങൾ നോക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് നോക്കി തരാൻ 5 പൈസ തരാനും ആളില്ല. കല്യാണം കഴിഞ്ഞു, മക്കളെയും കൊണ്ട് നേരെ നിങ്ങളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു. നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ആ വീട്ടിലേക്കല്ലേ, ഈ കുട്ടികളെ പ്രസവിച്ച് വന്ന അവിടേക്കല്ലേ? അതെല്ലാം നീ മറന്നോ? നിന്നെ എങ്ങനെ ഞങ്ങളവിടെ നോക്കിയിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ വലിയൊരു വീടൊക്കെ വെച്ചപ്പോ അച്ഛനും വേണ്ട അമ്മയും വേണ്ട, ഞങ്ങൾക്ക് അത്രയായി വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത കാരണമല്ലേ വന്നത്. നിങ്ങൾ ഇരുന്നോ, ഞങ്ങൾ പോകുക, നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മോന്റെ വീട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വന്നതാ. ആ മരം വീണ് ആൾക്കാർക്ക് കൂടി പറഞ്ഞതാ. ഇനി എന്തിനാ അവിടെ നിൽക്കുന്നു? മോന്റെ വലിയൊരു വീട് അവിടെ കെട്ടിയിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ആൾക്കാർ അവിടെ പോയി നിൽക്കുന്ന എല്ലാവരും കൂടി പറഞ്ഞപ്പോ നിങ്ങളെ പുറത്ത് വിട്ടു കൊടുക്കാണ്ട് ഞങ്ങളെ അങ്ങോട്ട് മോന്റെ അടുത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വന്നതാ. പക്ഷെ ഇങ്ങനെയൊക്കെ നീ ചെയ്യുന്ന ഞങ്ങൾ അറിയില്ലായിരുന്നു. എനിക്ക് നമുക്ക് പോവുക. എനിക്ക് കൈ വേദന നമുക്ക് പോവുക അല്ലേ? ഇനി ഇവിടെ നിൽക്കണ്ട, പോവുക നമുക്ക്. ഫസ്റ്റ് ഒക്കെ നടക്കുവോ? പനിയും കാണുന്നു. പതുക്കെ പതുക്കെ കയറി. മോളെ, അച്ഛനും അമ്മയും പോന്നിട്ടാ. സാരമില്ല, വേണ്ട മോളെ, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. പിന്നെ മറ്റേ മോളെ കാണാൻ എന്തായാലും ഞങ്ങൾ വരും. സാരമില്ല, ഞങ്ങൾ പോകട്ടെ മോളെ. എന്തും ഞങ്ങൾ അച്ഛന് സുഖമില്ല, അവിടെ പോയി കിടക്കാല്ലോ എവിടെയെങ്കിലും. സാരമില്ല മോള് കരയണ്ട, ഞങ്ങൾ അവിടെ ടാർപ്പ എന്തെങ്കിലും വലിച്ചു കെട്ടി കിടക്കാം. മോളെ, ഞങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല മോളെ, ഞങ്ങൾക്ക് സമാധാനത്തിൽ അവിടെ അച്ഛന് കിടക്കാലോ മോളെ. അവിടെ നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ട്. ഞങ്ങള് അവര് അച്ഛനോട് ഉണ്ടല്ലോ. എനിക്ക് പണിക്ക് പോവാലോ മോളെ, അച്ഛനെ അവിടെ കിടത്തിട്ട് അമ്മ തൊഴിലുറപ്പിന് പോകും. അച്ഛൻ കിടക്കട്ടെ മോള് കാര്യണ്ട, ഞങ്ങൾ വരും. സാരില്ല മോള് കാര്യം, ഞങ്ങൾ മോളെ കാണാൻ വരും കേട്ടോ. അച്ഛൻ വന്ന് പറയുന്നത്